ഹലോ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ്, ഇത് ചെറിയൊരു പ്രോജക്റ്റ് വർക്കാണിത്. ഇത് നമുക്ക് ചെറിയൊരു കണ്ടോ, ഇത് നമുക്ക് ഈ ഒരു പടത്തിൽ കാണുന്നതിനോട്ടുള്ള ചെറിയൊരു സോളാർ കാറാണ് ഈ കാണുന്നത്. സോളാർ പവേർഡ് വിൻഡ് കാർ. ഇത് ഏകദേശം നമുക്ക് ഒരു 180 രൂപയ്ക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്നും വാങ്ങിച്ചതാണ്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം, ഇതിൻ്റെ അത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ചെറിയൊരു സോളാർ പാനലും പിന്നെ ഒരു മോട്ടറും അതിൻ്റെ പ്രൊപ്പല്ലറുമാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് വരുന്നത് ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബേസായിട്ട് വരുന്ന ഭാഗമാണിത്. പിന്നീട് നമുക്കൊരു പാക്കറ്റിൻ്റെ അകത്ത് കണ്ടോ ചെറിയൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറും 4 വീലും പിന്നെ 2 കമ്പിയും പിന്നെ കുറേ സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിക്കാം. കവറിൻ്റെ അകത്തൊന്നുമില്ല, നമ്മളെല്ലാം എടുത്തു. ഈ കാണുന്ന ഇത്ര ഐറ്റങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഐറ്റങ്ങളെല്ലാം നമുക്കൊന്ന് അസംബിൾ ചെയ്ത് എടുക്കണം. ഇതുകൊണ്ട് ചെറിയ ക്ലാമ്പൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ക്ലാമ്പൊക്കെ കാണുന്നത്. കണ്ടോ, അതേപോണക്കുള്ള ചെറിയ ക്ലാമ്പ് നമുക്ക് 4 എണ്ണം വന്നിട്ടുണ്ട്. 4 ക്ലാമ്പുണ്ട്. പിന്നെ കുറേ സ്ക്രൂ ഉണ്ട്, ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള രീതികളെല്ലാം നമ്മുടെ ഈ ഒരു മാനുവലിൻ്റെ അകത്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഐറ്റങ്ങളുടെ എണ്ണവും കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണവും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ലാമ്പാണ്. ഈ കാണുന്ന ക്ലാമ്പ് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്റ്റെപ്പ് 2, പിന്നെ 3, 4, 5, 6, 7, 8 അങ്ങനെ 8ാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആകുന്നതാണ്. നമുക്കിതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നമുക്കിനി ഈ കാണുന്ന ഈ ഒരു ഒരുപാട് ഹോൾ വരുന്ന ഈ ഒരു ബേസാണ് ഇതിൻ്റെ. ഈ ഒരു ബേസിലോട്ട് നമുക്കിത് ഈ ഒരു ക്ലാമ്പ് നമുക്ക് അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും വെച്ച് നമുക്ക് 4 എണ്ണം നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്ത് എടുക്കാം. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ 4 ക്ലാമ്പും നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ സ്ക്രൂ ചെയ്ത് നല്ല സെറ്റാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടുന്ന ചടങ്ങാണ്. കണ്ടോ, സ്റ്റെപ്പ് 3. അത് ഏതെങ്കിലും ഹോളിലിട്ടാൽ മതി. ഒന്നിൽ താഴത്തെ ഹോളിലോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലെ ഹോളിലിട്ടാലും മതി, എവിടെ ഇട്ടാലും മതി. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഇടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും അതേ കണക്ക് തന്നെ. പിന്നീട് നമുക്ക് ഇതേ കണക്ക് 2 ഓറഞ്ച് ചെറിയ 2 റിങ് പോലെ സംഭവം തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഇത് നമ്മുടെ കമ്പി ഇവിടെ നിന്ന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഇത് നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഊരി ഇങ്ങെടുത്തു കയറ്റിയിടാം. നമുക്കിത് നമ്മളങ്ങനെ 2 സൈഡിൽ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ കമ്പി കയറ്റി അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കണ്ടോ, 1 ആദ്യം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. 1 നമുക്ക് സ്പെയറായിട്ട് വന്നതാണ്. നമുക്ക് ഈ വീലും കൂടെ നമുക്ക് കൊണ്ട് കയറ്റിയിടാം. ഇനി അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ടയർ ഇടാം. കണ്ടോ, നമ്മളങ്ങനെ 2 സൈഡിലും ടയർ ഇട്ട് നമ്മളങ്ങനെ 4 വീലും ഇട്ട് നമ്മുടെ വണ്ടി അങ്ങനെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. കണ്ടോ, നമ്മുടെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 കഴിഞ്ഞു, സ്റ്റെപ്പ് 4 കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 5 ആണ്. അത് ഈ കാണുന്ന ഈ ഒരു സി ക്ലാമ്പാണ്. ഈ ഒരു സി ക്ലാമ്പ് നമുക്ക് ഇനി സെറ്റ് ചെയ്ത് വെക്കാം. അത് ഞാൻ ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹോളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇച്ചിരി ഇച്ചിരി കുടയ്ക്ക് വലുപ്പമുള്ള സ്ക്രൂ ആണ് എടുക്കുന്നത്. സ്ക്രൂ നമ്മൾ നേരെ നമ്മൾ അങ്ങോട്ട് ഇടുന്നു, വെച്ചങ്ങ് മുറുക്കുന്നു. നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സി ക്ലാമ്പും നമ്മളവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മളങ്ങനെ സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്തു.
ഇത് നമ്മുടെ സ്റ്റെപ്പ് 6 ആണ്. ഈ ഒരു മോട്ടറും ഈ ഒരു സോളാർ പാനലും സെറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചടങ്ങ്. അങ്ങനെ ഇത് നമുക്ക് ഈ മോട്ടർ നമ്മുടെ ഈ സി ക്ലാമ്പിൻ്റെ അകത്തോട്ട് തേണ്ട ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഉണ്ടോ, ഇതവിടെ ഇരുന്നോളും. പിന്നീട് നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് നമ്മുടെ ആ ചെറിയ സോളാർ പാനൽ നമ്മുടെ വണ്ടിയുടെ ബേസിലോട്ട് നമ്മൾ ഒട്ടിച്ച് എടുക്കുകയാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ സോളാർ പാനൽ നമ്മൾ ഇവിടെ വെച്ചു ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലീഫ് നമുക്ക് ഈ ഒരു മോട്ടറിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഈ കാണുന്ന രീതിയിൽ നമ്മളിവിടെ ഈ ഒരു ഫാന് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന തൊട്ട് സ്റ്റെപ്പ് 7ഉം സ്റ്റെപ്പ് 8 നമ്മളങ്ങനെ ചെയ്തു. നമ്മുടെ വണ്ടിയുടെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നല്ല വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈ സാധനം മറ്റേ മണ്ണിൻ്റെ മണ്ടയിൽ കൂടെ ഒന്നും നമ്മുടെ ഈ ഒരു വണ്ടി മണ്ണിൽ കൂടെ ഒന്നും ഓടത്തില്ല. അതായത് നല്ല പ്രതലം, അതായത് ഇതേപോലുള്ള നല്ല ടൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ സാധനം പോകുമായിരിക്കും. എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിച്ചു വണ്ടി നമ്മൾ നല്ല അടിപൊളി വെയിലുള്ളിടത്തോട്ട് നമ്മളങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വെച്ചപ്പോഴത്തേക്ക് നല്ല ഫാൻ നല്ല അടിപൊളിയായിട്ട് ഇത് കറങ്ങുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെറിയ ഒന്ന് തട്ടി വിടണം. തട്ടി വിട്ടാൽ മാത്രമേ ഉള്ളൂ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, പൊളി സാധനമാണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യാൻ മാത്രമേ കൊള്ളതുള്ളൂ. ഇപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സോളാർ കാർ? പൊളി സാധനമല്ലേ? ഇപ്പം നല്ല അടിപൊളി വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം മുന്നോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൂടെ വേർപെടണം. ഏതായാലും കൊള്ളാം, പൊളി സാധനമാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പം അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു വർക്കാണിത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലും തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്ത് ചെയ്യണം, ഇടിച്ചു പൊട്ടിക്കാനും മറക്കില്ല. എങ്കിലും ഞാൻ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കിടക്കാഴ്ച വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ സാനിങ് ഓഫ്. ബൈ ബൈ, ടാറ്റ, സീ യു.